നമ്മൾ ഈ കാണുന്ന കാഴ്ച ലഡാക്കിൽ നിന്നുള്ളതാണ്. ജനം തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. തെരുവിലിറങ്ങി സംഘർഷം മൂർച്ഛിതയോടെ കനത്ത ജാഗ്രതയിലാണ് ലഡാക്ക്. ലഡാക്കിൽ സംഭവിച്ചത് എന്താണ് അതറിയണമെങ്കിൽ അല്പം പിന്നിലേക്ക് നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. ആ യാത്രയിലേക്ക് ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദാക്കി 2019 ജമ്മു കാശ്മീരിനെ രണ്ടായി വിഭജിച്ചതിനെ തുടർന്നാണ് ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമാകുന്നത്. ലേ, കാർഗിൽ എന്നീ ജില്ലകൾ ഉൾപ്പെടുന്ന ലഡാക്കിൽ നിയമസഭയില്ല. 2 ജില്ലാ കൗൺസിലുകളാണ് ഉള്ളത്. ഭരണം കേന്ദ്രം നിയോഗിച്ച ലഫ്റ്റനന്റ് ഗവർണറും. ഏറെ നാളായി ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് സംസ്ഥാന പദവി വേണമെന്നാണ്. എന്തുകൊണ്ടാണ് ലഡാക്ക് സംഘർഷ മുഖരിതമാകുന്നത്? പ്രക്ഷോഭകരുടെ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നത് ഇതാണ്. അതായത് ലഡാക്കിലേക്ക് 6ാം ഷെഡ്യൂൾ നീട്ടണം, സംസ്ഥാന പദവി വേണം, ലേക്കും കാർഗിലിനും പ്രത്യേക ലോക്സഭാ സീറ്റുകൾ, തൊഴിൽ സംഭരണം. സർക്കാർ സർവേ പ്രകാരം ലഡാക്കിലെ 26.5% ബിരുദധാരികളും തൊഴിൽ രഹിതരാണ്. ഇത് ദേശീയ ശരാശരിയേക്കാൾ 13.4% വളരെ കൂടുതലാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള 2ാമത്തെ സ്ഥലമാണ് ലഡാക്ക്. അറിയാം നമുക്ക് ലഡാക്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഗ്രാഫിക്സിലൂടെ തന്നെ പരിശോധിക്കാം ലഡാക്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന്. അതിനു മുൻപ് ലഡാക്കിനെ കുറിച്ച് പ്രേക്ഷകർ അറിയണം. ഇന്ത്യയിലെ തണുത്ത മരുഭൂമി പ്രദേശമാണ് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക്. ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി പ്രദേശമായ ലഡാക്ക് 2020 ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ഇവിടം വേദിയായിരുന്നു. അന്ന് ഈ ഏറ്റുമുട്ടലിൽ 20 സൈനികരും 4 ചൈനീസ് സൈനികരുമാണ് കൊല്ലപ്പെട്ടത്. ജനസംഖ്യ കുറഞ്ഞ ഉയർന്ന പ്രദേശമാണ് ലഡാക്ക്. ഏകദേശം 3 ലക്ഷം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ഇതിൽ പകുതിയോളം പേർ മുസ്ലിങ്ങളും 40% ആളുകൾ ബുദ്ധമത വിശ്വാസികളുമാണ്. ജമ്മു കാശ്മീരിൽ നിന്നും വിഭജിച്ച ലഡാക്ക് 2019 നരേന്ദ്രമോദി സർക്കാർ ലഡാക്കിനെ ജമ്മു കാശ്മീരിൽ നിന്നും വിഭജിച്ചു. കേന്ദ്രം നേരിട്ട് ഭരണകാര്യങ്ങളിൽ ഏർപ്പെട്ടു. എന്നാൽ ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ലഡാക്കിനെ ഉൾപ്പെടുത്തുമെന്ന വാഗ്ദാനം ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. എന്തിനാണ് സംഘർഷം എന്ന ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്കറിയാം. അതായത് 6ാം ഷെഡ്യൂൾ നീട്ടണം, അടുത്തതായി പറയുന്നത് സംസ്ഥാന പദവി വേണം, ലേക്കും കാർഗിലിനും പ്രത്യേക ലോക്സഭാ മണ്ഡലങ്ങൾ വേണം, സീറ്റുകൾ ലോക്സഭാ സീറ്റുകൾ വേണം, സംസ്ഥാന പദവി വേണം. മറ്റൊന്ന് ലേക്കും കാർഗിലിനും പ്രത്യേക ലോക്സഭാ സീറ്റുകൾ വേണമെന്നുള്ള ആവശ്യം. അടുത്തത് തൊഴിൽ സംഭരണം, അതായത് തൊഴിലിനുള്ള സംഭരണം വേണം എന്നുള്ളതാണ്. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം എന്താണ് 6ാമത്തെ ഷെഡ്യൂൾ. അതായത് ത്രിപുര, മേഘാലയ, മിസോറാം, അസം എന്നീ 4 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ ജനതയെ ഉദ്ദേശിച്ചുള്ള ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ. ഭരണം പ്രതിപക്ഷത്തിന്റെയും ഗവർണറുടെയും അധികാരങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തരം, ഇതര ജുഡീഷ്യൽ സംവിധാനങ്ങൾ, സ്വയംഭരണ കൗൺസിലുകൾ വഴി പ്രയോഗിക്കുന്ന സാമ്പത്തിക അധികാരങ്ങൾ എന്നിവയിൽ പ്രത്യേക വ്യവസ്ഥകൾ നൽകുന്നുണ്ട്. ലഡാക്കിലെ തൊഴിലില്ലായ്മയും യുവാക്കളുടെ രോക്ഷവും അതാണ് തെരുവിൽ കാണുന്നത്. ലഡാക്കിലെ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും സർക്കാർ നിയമനങ്ങളിലെ മെല്ലപ്പൊക്കുമാണ് യുവാക്കളെ പ്രകോപിപ്പിക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ലഡാക്കിനായി ഒരു പ്രത്യേക പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സർക്കാർ സർവേ പ്രകാരം ലഡാക്കിൽ 26.5% ബിരുദധാരികൾ തൊഴിൽ രഹിതരാണ്. ഇത് ദേശീയ ശരാശരിയേക്കാൾ 13.4% വളരെ കൂടുതലാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കും 2ാമത്തെ സ്ഥലമാണ് ലഡാക്ക്. 1ാം സ്ഥാനത്ത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളാണ്. 33% അവിടുത്തെ തൊഴിലില്ലായ്മ നിരക്ക്. മറ്റൊന്ന് ആന്ധ്രാപ്രദേശാണ്, 24%. കഴിഞ്ഞ ഡിസംബറിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി നടന്ന ചർച്ചകളിൽ ലഡാക്കിലെ ജോലികളിൽ 95% സംവരണം നൽകാൻ സർക്കാർ തയ്യാറാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് യാഥാർത്ഥ്യം. ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സർക്കാർ പറയുന്നത്, അതായത് ലഡാക്കി ജനതയുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്രം പ്രതിജ്ഞാബദ്ധമെന്നും യുവാക്കളോടൊപ്പം നിലകൊള്ളുന്നുവെന്നുമാണ് സർക്കാരിന്റെ വാദം. എന്നാൽ നിലവിലെ സാഹചര്യം മനഃപൂർവ്വം ആസൂത്രണം ചെയ്തതാണെന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. വാങ്ചൂങ്ങിനെ ഇതിനുള്ള കാരണമായി സർക്കാർ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. നേപ്പാളിലെ ജൻസി പ്രതിഷേധങ്ങളുമായും അറബ് വസന്തവുമായും
പെടുത്തിക്കൊണ്ടുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ വാങ്ചുങ് നടത്തിയെന്നാണ് കേന്ദ്രം പറയുന്നത്. ചില വ്യക്തികളുടെ ഇടുങ്ങിയ രാഷ്ട്രീയത്തിനും വാങ്ചുങ്ങിന്റെ വ്യക്തിപരമായ അഭിലാഷത്തിനും ലഡാക്കും അവിടുത്തെ യുവാക്കളും വലിയ വില നൽകുകയാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ലഡാക്കിൽ അറബ് വസന്ത ശൈലിയിലുള്ള പ്രതിഷേധം ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് വാങ്ചുങ് വളരെ കാലമായി സൂചന നൽകുന്നുണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. നേപ്പാൾ പ്രതിഷേധങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശം ഒരു ബ്ലൂ പ്രിന്റ് പോലെ തോന്നുന്നുണ്ട് എന്നും ചില ക്രമക്കേടുകൾ മറയ്ക്കാൻ അദ്ദേഹം തന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കായി ഈ വേദി ഉപയോഗിക്കുന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യം. കേന്ദ്ര സർക്കാർ ഇങ്ങനെ പറയാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ വാങ്ചുങ്ങിന്റെ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത്. ഒരു വർഷം മുൻപ് സോനം വാങ്ചുങ് ലഡാക്കിലെ ജനാധിപത്യപരമായ അവകാശങ്ങളുടെ അഭാവവും തൊഴിലില്ലായ്മയും ഈ അതിർത്തി പ്രദേശത്തെ അസ്വസ്ഥമാക്കുന്നു എന്ന മുന്നറിയിപ്പ് നൽകി. 2024 ഡൽഹിയിലേക്ക് കാൽനടയായി പോകുന്നതിനിടെയാണ് അന്ന് അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞത്. ലഡാക്കിൽ നടന്ന അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അദ്ദേഹം പറഞ്ഞ വാക്കുകളും പരാമർശവുമെല്ലാം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ലഡാക്കിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കിയതിൽ ഞങ്ങൾ നന്ദിയുള്ളവരാണ്. പക്ഷേ ഞങ്ങളുടെ യഥാർത്ഥ ആവശ്യം ഒരു നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥ മേധാവിത്വമാണ് ലഡാക്ക് ഭരിക്കുന്നത്. ഇത് ജനങ്ങളെ ഭരണത്തിൽ നിന്നും അകറ്റുന്നു. വാങ്ചുങ് അന്ന് ഈ പരാമർശമാണ് നടത്തിയത്. തൊഴിലില്ലായ്മയും ജനാധിപത്യപരമായ പങ്കാളിത്തമില്ലായ്മയും ലഡാക്കിൽ സ്ഥിതിഗതികൾ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആ മുന്നറിയിപ്പുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ആശങ്കകളോടുകൂടി തന്നെയാണ് ലഡാക്ക് ഇപ്പോഴും കഴിയുന്നത്. സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേന്ദ്ര സർക്കാർ ലഡാക്കിനുമേലുള്ള ലഡാക്ക് ജനതയുടെ കാലാകാലങ്ങളായി ഉള്ള അവകാശം സംരക്ഷിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിനോട് ലഡാക്കിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേക സംസ്ഥാനം വേണമെന്നും മറ്റൊന്ന് ഈ യുവാക്കൾക്ക് തൊഴിൽ നൽകണമെന്നുള്ളതാണ്. തൊഴിലില്ലായ്മ നിരക്ക് വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്. ബിരുദധാരികളാണ് എല്ലാവരും. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ചെറുപ്പക്കാർക്കാണ്. അവർക്ക് ജീവിക്കാൻ മറ്റ് വഴികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ജോലി വേണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെടുന്നത് പ്രത്യേക സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യം. സംസ്ഥാന പദവി നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ജോലി കിട്ടും, ഇനി വരുന്ന തലമുറകൾക്ക് ജോലി കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും പറയുന്നത്. ലഡാക്കിനെ സംബന്ധിച്ചിടത്തോളം 4 ലക്ഷത്തോളം താഴെ വരുന്ന ആളുകളാണ് അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. പ്രധാനമായും ടൂറിസം കേന്ദ്രീകരിച്ചുള്ള വരുമാന സ്രോതസ്സാണ് പ്രധാനമായും അവിടെ ആ മേഖലകളിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. 6ാം ഷെഡ്യൂൾ നീട്ടണം, സംസ്ഥാന പദവി വേണം, ലേയ്ക്കും കാർഗിലിനും പ്രത്യേക ലോക്സഭാ സീറ്റുകൾ വേണം, തൊഴിൽ സംഭരണം വേണം, ഭരണഘടനയുടെ 6ാമത്തെ ഷെഡ്യൂൾ എടുത്തു കളയണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഈ പ്രക്ഷോഭത്തെ ഏത് തലത്തിലാണ് നോക്കിക്കാണുന്നത് എന്ന ഇപ്പോഴും ഒരു അവിവ്യക്തത അതിൽ കൂടുകയാണ്. പ്രത്യേകിച്ച് ഈ സമരത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെ കേസെടുക്കുന്നു, വാങ്ചുങ്ങിനെ പോലെയുള്ള ആളുകൾക്കെതിരെ കേസെടുക്കുന്നു, CBIയുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്നു. അത്തരത്തിലുള്ള കേസുകൾ കൊണ്ട് പ്രതിഷേധക്കാരെ വായി അടപ്പിക്കുന്ന സമീപനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ അറിയാം ലഡാക്ക് ശാന്തമാണോ എന്നുള്ളത്. നമുക്കിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഇവിടെ ജീപ്പ് കത്തുകയാണ്. ഡീകോഡിന്റെ സെറ്റിൽ പ്രതീകാത്മകമായി ഞങ്ങൾ ആ ജീപ്പിനെ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതേപോലെയാണ് അവിടുത്തെ അവസ്ഥ, ലഡാക്കിന്റെ അവസ്ഥ. വാഹനങ്ങൾ കത്തിക്കുന്നു, തെരുവിലേക്ക് ജനം ഇറങ്ങുന്ന സ്ഥിതിവിശേഷമാണുള്ളത്.